സൈൻ ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു നടപടി വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പുള്ളി ഇവിടെ കാണിക്കാൻ മുഴുവൻ നമ്മുടെ ഓക്കെ. അതായത് ഇത് മുഴുവൻ ഡോക്യുമെന്റുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനിത് ഇവിടെ തമാശ പറഞ്ഞതല്ല. ഈ കൈയോടെ പിടിച്ച ഇതും പള്ളി പൊളിച്ചതിന്റെ ആളെ കയറ്റിയ വീഡിയോയും പുള്ളി ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ള മുഴുവൻ നിയമവിരുദ്ധ ഒരു പോലീസിന് ചേരാത്ത മുഴുവൻ പ്രവർത്തിക്കുന്ന ഡോക്യുമെന്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ പാർട്ടാൻ ഭാഗത്ത് ഇപ്പൊ പുള്ളിക്ക് നല്ല സുഖമായിട്ട് ഇത് തോന്നുന്നു. ഇത് വളരെ സുഖമായിട്ട് തോന്നുന്നു. 40 വർഷമായിട്ട് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് ഞാൻ. ഒരു 10-ലധികം ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്ര വിശ്വാസികളെ എതിർത്തുകൊണ്ട് സാറ് കോടതി വിധിയൊക്കെ അങ്ങ് മറക്ക്, സ്റ്റാറ്റസ് ഓർഡർ എല്ലാം മറക്ക്. ഇത് മുഴുവൻ ഇവിടുത്തെ പാരീഷണേഴ്സാണ്. ഇവര് ഇടവക്കാർ പറഞ്ഞ് ഇവിടെ ഇത് നടക്കുകയല്ല. കാരണം ഇവിടെ 2 വിഭാഗമുണ്ട്. ഇവിടെ സമാധാനമാണ് നിലനിർത്തേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമില്ല. അന്നേരം ഞങ്ങളെ നെഞ്ചത്ത് കയറ്റി ഇത് കയറ്റിയിട്ട് ഇവിടെ തന്നെ ഇത് ചെയ്യണം എന്താ ഇത്ര വാശി? ഇതിന് പോലീസ് പോലെ പറഞ്ഞത് ഇവിടെ പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യരുതെന്നല്ലേ CI പറയുന്നത്? ഇവിടെ CI ഒന്ന് വെള്ളം അത്തിച്ചാർജ് ഉണ്ടായി അടിയുണ്ടായി ആരാ അതിന്റെ റെസ്പോൺസിബിലിറ്റി? അപ്പൊ CIക്ക് ഒരു നീതി ബോധം ഉണ്ടെങ്കിൽ രാവിലെ 6:06 വണ്ടി ഇവിടെ പുറത്തു കിടക്കണം. 3 ലോറി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. CIക്ക് ഒരു നീതി ബോധം ഉണ്ടെങ്കിൽ there is 2 fraction. ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. ഈ ഒബ്ജക്ഷൻ ഉള്ളിടത്ത് ഇതിങ്ങളുടെ തമ്മിലുള്ള തെമ്മിയാണെന്ന് വരുന്നത് ചെയ്യരുതെന്നല്ലേ ഒരു നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥന് പറയുള്ളൂ. ഫ്രം ദ വെരി ബിഗിനിങ് ഞാൻ ഒരു വർഷം ഇവിടെ ട്രസ്റ്റി ആയിട്ട് ചാർജ് എടുത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ബയസ്ഡായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംവിധാനങ്ങളൊക്കെ മാറി വരും. അത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ ഭയപ്പെടുത്തുമൊന്നുമല്ല. ഞാൻ വളരെ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാനെന്ന് പറയുന്ന ഒരു വക്കീൽ അല്ലെങ്കിൽ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ ഇത് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിച്ചിരിക്കും. അത്ര ബയസ് പോലീസ് ഇൻസ്പെക്ടർ വളരെ സമവായമായിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു. കുർബാന ചെല്ലാതെ കുർബാന തർക്കമാണ്. ഞങ്ങൾ ഒരു രീതിയിലുള്ള കുർബാന പറഞ്ഞാൽ അവർ വേറെ രീതിയിലുള്ള കുർബാന പറഞ്ഞത് എന്തുമായിക്കോട്ടെ. ഞങ്ങൾ ശരിയായിരിക്കും, അവർ തെറ്റായിരിക്കും, ഞങ്ങൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾ 100% തെറ്റായിരിക്കും. പള്ളി അടഞ്ഞു കിടന്ന പള്ളിയിൽ കുർബാന ഒഴികെ യാതൊരു കാരണവശാലും കുർബാന ചെല്ലാൻ പാടില്ല എന്ന് മുനിസിപ്പൽ കോടതിയുടെ ഓർഡർ ഉള്ളപ്പം അത് ധിക്കരിച്ച് കയറി ഏകപക്ഷീയമായിട്ട് കുർബാന ചെല്ലി കയറി. ഈ ഇഷ്യൂ മുഴുവൻ ഉണ്ടായത്. ഈ മുഴുവൻ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ല. വെറുതെ ഇരുന്ന് ഞങ്ങളെ പ്രവോക്ക് ചെയ്ത് നമുക്കൊക്കെ ഭ്രാന്തുണ്ടോ ഈ വയസ്സിനെ കാലത്തിൽ ഇവിടെ വന്നിരുന്ന് ഈ കുർബാനയിൽ ഈ അഹങ്കാരം മുഴുവൻ കാണിച്ചത്. ആ അഹങ്കാരം കാണിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി. ആ പള്ളിയിൽ കയറി മനസ്സിൽ ഞങ്ങളെ വലിച്ചിറക്കി ഇവിടെ നിന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. അന്ന് ആ DYSP ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ACPക്ക് 1 സെക്കൻഡോട് കോർട്ട് ഓർഡർ കണ്ടപ്പോൾ മനസ്സിലായി. 1 സെക്കൻഡ് കൊണ്ട് CIയോട് എങ്ങനെയാണ് പള്ളിക്കകത്ത് കഴിക്കുന്ന വിശ്വാസത്തെ ഞാൻ വലിച്ചിറക്കുന്നതെന്ന് ചോദിച്ചു. ആ ഓർഡർ എടുക്കുക ഇപ്പം തന്നെ എഴുതില്ല, ഞാൻ എൻ്റെ നേരിട്ട് ദിവസം എഴുതി കൊടുത്തോളാം ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ അന്തസ്സായ രീതി ഞങ്ങളെ ഫേവർ ചെയ്തില്ല, അവരെ ഫേവർ ചെയ്തില്ല, നീതി നടപ്പിലാക്കി ആ മനുഷ്യൻ 1 മിനിറ്റ് കൊണ്ട് പോയി. CI ആയിരുന്നു ഇവിടെ ലാത്തി ചാർജ്, വെടിയിപ്പ്, ബോംബേറ് എന്ത് പ്രശ്നം ഉണ്ടാകുമായിരുന്നല്ലോ. ഇവിടെ ഇതിന്റെ എന്താ സംസാരത്തിനോടാണ് ഇവിടെ അവിടെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങൾ വിശ്വാസികളല്ലെന്ന് അവർക്ക് എതിർപ്പില്ല, ഞങ്ങൾ ഇടവക്കാരല്ലെന്ന് എതിർപ്പില്ല, ഞങ്ങൾ എതിർത്തു. പിന്നെ ഇവിടെ ഇത് ചെയ്യണമെന്ന് എന്താ അവർക്കത് നടത്താൻ പള്ളിയിൽ ചെയ്യണ്ടേ? വേണം. ഞങ്ങൾ വിശ്വാസികൾ പറഞ്ഞ് ചെയ്യണ്ട. പ്രശ്നം കഴിഞ്ഞില്ലേ? ഞങ്ങൾ അച്ഛന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യണം. അച്ഛന് വീട്ടിൽ സ്ഥലം ഉണ്ടായി ചെയ്യട്ടെ. അച്ഛന്റെ തറവാടത്തില്ല, ഞങ്ങളുടെ കാരണവന്മാർ പണിത പള്ളിയാണല്ലോ ഇത്. ഞങ്ങളുടെ കാരണവന്മാരെ വേർപ്പൊഴുകി സംഭാവന ഉണ്ടാക്കി തന്ന പള്ളിയാണ്. അച്ഛൻ ഇപ്പം വന്ന് അച്ഛൻ മേ കം ആൻഡ് അച്ഛൻ മേ ഗോ. സെൻട്രൽ സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ വന്നാൽ ഇദ്ദേഹം നാളെ അങ്ങോട്ട് പോകില്ല. അത്രയല്ലേ ഉള്ളൂ. അതത്രയല്ലേ ഉള്ളൂ. അച്ഛനും അത്രയേ ഉള്ളൂ. അച്ഛൻ നാളെ ട്രാൻസ്ഫർ ചെയ്തതിന് അച്ഛന്റെ പണി കഴിഞ്ഞു. അച്ഛൻ വാട്ട് ഈസ് ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്? പാരീഷേഴ്സ് പറഞ്ഞു. അതല്ല, ഈ പള്ളിയുടെ മുറ്റത്ത് തന്നെ വെച്ച് നടത്തുന്നത് എന്തും നിർബന്ധം? അത് ഞങ്ങളുടെ നെഞ്ചത്ത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. ഇതിനേക്കാളും